ഏത് കാലാവസ്ഥയിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്ന നല്ലൊരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഈ ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 3-4 തവണ ഇതൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കുക. കാരണം ഇത് നമ്മൾ പിന്നീട് കഴുകിയെടുക്കുന്നതല്ല. ഈ ഒരു അരിയിൽ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ അരി നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി എടുത്തതിൻ്റെ നേരെ പകുതി അളവിലാണ് ഇതൊക്കെ എടുക്കേണ്ടത്. അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിയുടെ മുകൾ ഭാഗം വരെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൂടുതലായി പോവരുത്. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പൊ അരിയുടെ മുകൾ ഭാഗം മാത്രം കാണുന്ന രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഏകദേശം മുകൾ ഭാഗം വരെ വെള്ളമായിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതലായി പോവരുത്. ഇതിപ്പോ ഞാൻ ചെയ്തെടുക്കുന്നത് രാത്രിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ ഓവർനൈറ്റ് ഞാൻ ഇത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പൊ ഇപ്പൊ രാവിലെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ അരിയും തേങ്ങയൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വെള്ളത്തോടു കൂടി തന്നെ അരച്ചെടുക്കണം. ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ നല്ല വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കുക. ഇത് നല്ല പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ ഒരു ചൂട് കൊണ്ട് ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുന്നതായിരിക്കും. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ മതി. അരി അരച്ച് വെച്ചിട്ട് മിനിമം 1 മണിക്കൂർ കഴിഞ്ഞാലാണ് ഈ പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവൂ. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇതിപ്പോ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിടാൻ വിട്ടുപോയിട്ടുണ്ടേനു. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാലപ്പം ചുടാൻ തുടങ്ങാം. ഇപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലപ്പത്തിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പൊ ഇതില് ഹോൾസുകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇത് അടച്ചു വെക്കാൻ പാടുള്ളൂ. ഇതാ ഇപ്പൊ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ പാലപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ പാലപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ നല്ലൊരു പാലപ്പാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഞാൻ ഇതിന്റെ കൂടെ കടലക്കറിയാണ്, കടലക്കറിയും കൂട്ടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.